പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 9 വീഡിയോ ആണിത്. ജിമെയിലിനെ കുറിച്ച് അല്പം കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൂടി നമുക്ക് ഇന്നൊന്ന് കവർ ചെയ്യാം. നമുക്കിപ്പോൾ മെയിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻബോക്സ്. നമുക്ക് മറ്റുള്ളവർ അയക്കുന്ന മെയിൽ, ഇങ്ങോട്ട് നമുക്ക് അയക്കുന്ന മെയിലുകൾ വന്നു കിടക്കുന്ന സ്ഥലമാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പർച്ചേസ് ഓർഡർ അയക്കുന്നതായിട്ട് പഠിച്ചിരുന്നു. അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു മെയിൽ ഇതിനകത്ത് അയച്ചിട്ടിരിക്കുന്നത്. അത് പിന്നീട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാം. ഇൻബോക്സിൽ ധാരാളം മെയിലുകൾ വന്നു കഴിയുമ്പോൾ പേജസും ധാരാളം കാണും. അപ്പോൾ പഴയ പേജസിലേക്ക് പോകാനായിട്ട് ഈ ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പുതിയ പേജസിലേക്ക് തിരികെ വരാനായിട്ട് ഈ ആരോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ പേജ് നമുക്ക് അല്പം ഒന്ന് വലുതാക്കി കാണണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വീണ്ടും മുൻപേ ഉള്ള സൈസിലോട്ട് പോകാനായിട്ട് ഇവിടെ തന്നെ ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇൻബോക്സിലുള്ള ഈ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്ലൈ. നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം അയച്ച മെയിൽ ഇവിടെയുണ്ട്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ അങ്ങോട്ട് അയച്ച മെയിൽ അവർക്ക് ലഭിച്ചപ്പോൾ അവർ ഇതേപോലെ റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താണ് നമുക്ക് ഈ മെയിൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ മുകളിൽ നമ്മൾ അയച്ച മെയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതല്ല, പുതിയതായിട്ട് ന്യൂ മെയിലായിട്ട് കമ്പോസ് സെലക്ട് ചെയ്ത് അവർ ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ അയച്ച മെയിൽ മുകളിലായിട്ട് കാണാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ഈ റിപ്ലൈ മെയിലിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത പർച്ചേസ് ഓർഡറിന് താങ്ക്സ് പറയുകയാണ്. അതുപോലെ നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഈ ആഴ്ച തന്നെ നമുക്ക് എത്തിച്ചു തരുമെന്നും അവർ പറയുകയാണ്. ഇനി ഇൻബോക്സിലേക്ക് തിരികെ പോകാനായിട്ട് ഈ ബാക്ക് ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഈ ഫസ്റ്റ് പിക്ചറാണ് ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഈ സെക്കൻഡ് പിക്ചർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആ പിക്ചറായിട്ട് സെറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ഇതിൽ കൂടുതൽ പിക്ചേഴ്സ് വേണമെങ്കിൽ വ്യൂ ഓൾ സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ പിക്ചേഴ്സ് വേണമെങ്കിൽ താഴോട്ടുമുണ്ട്. മാത്രമല്ല, ഇവിടെ മോർ ഇമേജസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇതേപോലെ ധാരാളം ഇമേജസ് കാണും. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്നൊരു ടാബ് ഇവിടെ വരും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പിക്ചർ ഈ ഒരു വിൻഡോയിൽ ഇൻസേർട്ട് ആകും. കൂടാതെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു പിക്ചറിലേക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് കൊടുക്കാം. ഇപ്പോൾ മെയിൻ വിൻഡോയിൽ ആ പിക്ചർ വരികയും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുകയും ചെയ്തു. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലുകൾ വീണ്ടും എപ്പോഴെങ്കിലും ഒരവസരത്തിൽ കാണണമെന്ന് ഉണ്ടെങ്കിൽ സെൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയച്ച മെയിലാണ്. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഓപ്പൺ ആകുന്നതാണ്. ഏതൊരു മെയിലും ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇൻബോക്സിലുള്ള മെയിൽ ഓപ്പൺ ചെയ്യാനും അങ്ങനെ തന്നെ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇൻബോക്സിൽ ഇങ്ങനെ ധാരാളം മെയിലുകൾ വരുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റാർ മാർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു യെല്ലോ കളറായിട്ട് മാറിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ സ്റ്റാർ മാർക്ക് ചെയ്ത മെയിലുകളൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാനായിട്ട് സ്റ്റാർഡ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് സ്റ്റാർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സ്റ്റാർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴോട്ട് അവയെല്ലാം ഡിസ്പ്ലേ ആവുന്നതായിരിക്കും.
ഇനി സ്റ്റാർ മാർക്ക് കളയണമെങ്കിൽ ഇവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ സ്റ്റാർട്ട് എന്നുള്ള ഈ വിൻഡോയിൽ നിന്നും അങ്ങ് പോയി തിരികെ പിന്നീട് നമുക്കത് ഇൻബോക്സിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇൻബോക്സിൽ വെച്ചാണല്ലോ നമ്മൾ സ്റ്റാർ മാർക്ക് കൊടുത്തത്. അപ്പോൾ അത് ഇവിടെ നിന്നും പോയി ഇൻബോക്സ് ചെക്ക് ചെയ്താൽ അവിടെ നമുക്കത് കാണാവുന്നതാണ്. സ്റ്റാർ മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇൻബോക്സിലും ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ സ്റ്റാർട്ട് എന്നുള്ള സെക്ഷനിലും കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റാർട്ട് എന്നുള്ളത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ മെയിലുകൾ പിന്നീട് ഒരവസരത്തിൽ കണ്ടാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്നൂസ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് ടൈം അവിടെ കാണിക്കുന്നുണ്ട്. അത് മതിയെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഡേറ്റും ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ആരോ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മന്തും ഇയറും ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഡേറ്റ് ഇവിടെ ഡിസ്പ്ലേ ആകും. പിന്നീട് നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോമാറ്റിൽ തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം AM, PM എന്നിവയും കൂടെ കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ റിപ്ലൈ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾക്ക് അതിന് തിരിച്ച് എന്തെങ്കിലും ഒരു റിപ്ലൈ ആയിട്ട് ഈ വീക്കിൽ അവർ നമുക്ക് ആ ഒരു കൺസൈൻമെൻറ്റ് നമുക്ക് തരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിനേക്കാളും 1-2 ദിവസം മുന്നേ വേണമെങ്കിൽ അത് നമുക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് നമുക്കിവിടെ റിപ്ലൈ സെലക്ട് ചെയ്യാം. അപ്പോൾ മെയിൽ ID തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണല്ലോ നമ്മളിവിടെ റിപ്ലൈ സെലക്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തിരുന്നാൽ മതി. ഈ ആരോ സെലക്ട് ചെയ്തും റിപ്ലൈ ചെയ്യാം. റിപ്ലൈ ചെയ്യാൻ ഇവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റിപ്ലൈ അത് സെലക്ട് ചെയ്യുക. അപ്പോഴും അതേ ഒരു സെക്ഷൻ തന്നെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഈ മെയിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 മെയിലും പ്രിൻ്റായി കിട്ടുന്നതായിരിക്കും. ഈ പ്രിൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു വിൻഡോയിലേക്ക് നമ്മൾ വരും. ഇവിടെയും ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ പ്രിൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. അതിനുശേഷം പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ആ പ്രിൻറ്റിൻ്റെ ടാബാണ് ഈ കിടക്കുന്നത്. ഇവിടെയും ഒരു പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്താൽ ഇത്രയും ഭാഗമായിരിക്കും പ്രിൻ്റായിട്ട് വരുന്നത്. ഈ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ അങ്ങോട്ട് അയച്ച മെയിൽ അത് പ്രിൻ്റായിട്ട് വരികയില്ല. ഇവിടെ നമുക്ക് ലഭിച്ച റിപ്ലൈ മാത്രമാണ് പ്രിൻ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഈ മെയിൽ മറ്റാർക്കെങ്കിലും നമുക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഈ ഫോർവേഡ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഫോർവേഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇവിടെ കാണുന്ന പ്രൊമോഷൻസ്, സോഷ്യൽ, ഇതൊക്കെ വേറെ വേറെ ടാബുകളാണ്. നമ്മൾ പ്രൈമറി എന്നുള്ള ടാബാണ് നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻബോക്സിൻ്റെ ടാബ്. പ്രൊമോഷൻസ് നമുക്ക് കാണണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ മാർക്കറ്റിംഗ് മെയിലുകളായിരിക്കും വരുന്നത്. സോഷ്യൽ എന്നുള്ള ടാബിലും സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നും മറ്റുമുള്ള മെയിലുകളായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന ഈ ഒരു മെയിൽ നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതല്ല ഒന്നിൽ കൂടുതൽ മെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നീട് ഇനി അടുത്തതായിട്ടുള്ള മെയിലുകളിലെല്ലാം ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ച് ഡിലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ടിക്ക് മാർക്ക് കളയാൻ വീണ്ടും അവിടെ ഒന്നും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനെ തിരികെ കിട്ടാൻ ഉടനെ ആണെങ്കിൽ അൺഡു ചെയ്യാം. പിന്നീടാണെങ്കിൽ ഈ മോർ എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അവിടെ നിന്നും ബിൻ സെലക്ട് ചെയ്യുക. ഒരു 30 ഡേയ്സ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന മെയിൽ ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഇൻബോക്സിലോട്ട് മാറ്റാവുന്നതുമാണ്. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു മാർക്കിങ് സെലക്ട് ചെയ്യുക, മൂവ് ടു. അതിനുശേഷം ഇൻബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിരിച്ച് ഇൻബോക്സിലേക്ക് പോയത് കാണാം. അത് കാണാൻ നമ്മൾ ഇവിടുന്ന് ഇൻബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് തിരികെ ഇവിടെ വന്നിരിക്കും നമുക്ക് കാണാം. അതുപോലെ കൂടുതൽ മെയിലുകൾ നമുക്ക് ലഭിക്കുന്നതെല്ലാം
ഇൻബോക്സിൽ തന്നെയായിരിക്കും വരുന്നത്, പ്രൈമറി എന്നുള്ള ഭാഗത്ത് തന്നെയായിരിക്കും കാണുന്നത്. എന്നാൽ ചില മെയിലുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ള മെയിലുകൾ മിക്കവാറും ഈ ഒരു ഭാഗത്തായിരിക്കും വന്ന് കിടക്കുന്നത്. അതായത് ഈ ഒരു മോർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്പാം സെലക്ട് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള മെയിലുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സ്പാമിലും 30 ഡേയ്സ് മാത്രമായിരിക്കും മെയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് കഴിയുമ്പം താനെ അത് ഡിലീറ്റഡ് ആയി പോകും. ഇനി ഈ ഒരു ലിസ്റ്റ് ഒന്നും കൂടെ കൊളാപ്സ് ചെയ്യാനായിട്ട് ലെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ കീബോർഡിൻ്റെ ചെറിയൊരു ഇമേജ് കാണാം, അതൊന്ന് സെലക്ട് ചെയ്യാം. ഈ കീബോർഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കമ്പോസ് ഒന്ന് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിയർ സർ എന്ന് ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിവിടെ എക്സ് മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്ക് ലഭിച്ച ഏതെങ്കിലും മെയിലോ അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത ഏതെങ്കിലും മെയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സെർച്ച് ബാറിൽ ആ മെയിൽ ഐ ഡി ഓർമ്മയുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ മെയിലിൻ്റെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും 1-2 വേർഡ്, ഒരു വേർഡ് ആയാലും ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ആ ബോഡി ഓഫ് ദ ലെറ്ററിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഒരു ലിസ്റ്റ് താഴോട്ട് വരുന്നതായിരിക്കും. ആ വേർഡൊക്കെ ഉള്ള, അല്ലെങ്കിൽ മെയിൽ ഐ ഡി ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് ലഭിച്ച മെയിലുകളെല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ലിസ്റ്റായിട്ട് വരുന്നതായിരിക്കും. അതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സി ഓൾ സെറ്റിങ്സ് അത് കൊടുക്കുക. പിന്നീട് ഇത് ജനറൽ സെറ്റിങ്സ് ആണ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് ലേബൽസ്, ഇൻബോക്സ്, അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട്, അങ്ങനെ ഓരോന്നിനും പ്രത്യേകം സെറ്റിങ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് അഥവാ എന്തെങ്കിലും സെറ്റിങ്സിൽ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ 10 seconds ആയിട്ട് മാറ്റി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഗ്രാമർ സജഷൻസ് ഇവിടെ ഓൺ ആയിട്ട് കിടക്കുകയാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ സ്പെല്ലിംഗ് സജഷൻസ് അത് ഓണാണ്, ഓട്ടോ കറക്റ്റ് ഓണാണ്, റൈറ്റിംഗ് സജഷൻസ് അത് ഓണാണ്. ഇങ്ങനെ ഇതൊക്കെ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പെല്ലിങ് ഒരെണ്ണം തെറ്റിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ അടിയിൽ റെഡ് ലൈൻ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് അതിനകത്ത് സജഷനായിട്ട് വന്നത്. നമ്മൾ ആ ഒരു സ്പെല്ലിങ്ങിൻ്റെ അടുത്ത് വെച്ച് ഒന്ന് റൈറ്റ് ക്ലിക്കോ ലെഫ്റ്റ് ക്ലിക്കോ ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ കറക്റ്റ് സ്പെല്ലിങ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അതുപോലെ റൈറ്റിംഗ് സജഷൻസ് അതും അങ്ങനെയാണ്. നമ്മൾ അറ്റ് ദി ഏർലിയസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം അറ്റ് ദി ഏർലിയസ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല, അവിടെ സജഷനായിട്ട് വന്നു. അത് ഇതിങ്ങനെ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതുപോലെ ഇവിടെയും പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിന്നും പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുൻപിലത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. സാമ്പിൾ അക്കൗണ്ട് എന്നുള്ള ആ അക്കൗണ്ടിൻ്റെ മെയിലാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇനി നമുക്ക് വേറൊരു അക്കൗണ്ടിൻ്റെ മെയിൽ ഇതേപോലെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ പുതിയ ടാബ് സെലക്ട് ചെയ്ത് നമ്മളിവിടെ ജിമെയിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു മെയിൽ തന്നെയായിരിക്കും, നമുക്ക് ഈ ഒരു മെയിലിൻ്റെ പേജ് തന്നെയായിരിക്കും അവിടെ ഓപ്പണായി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലല്ല നമുക്ക് വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെയിൽ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇവിടെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു മെയിൽ ഐ ഡി, ആ അക്കൗണ്ടിൻ്റെ മെയിൽ ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ആ മെയിൽ ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത മെയിലിലേക്ക് പോകാനാണെങ്കിൽ ഈ ടാബ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി.
വീണ്ടും ഇതേപോലെ അടുത്ത ടാബിലായിട്ട് വേറെ അക്കൗണ്ട് നെയിം ഉപയോഗിച്ച് വേറെ മെയിലും നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാവുന്നതാണ്. ഓരോ മെയിലിലേക്കും പോകാനാണെങ്കിൽ അതിൻ്റെ ടാബ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗൂഗിളിൻ്റെ വേറെ ആപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂട്യൂബ്, ഗൂഗിൾ സെർച്ച്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ജിമെയിലാണ്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളൊരു മെയിൽ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം മറ്റെന്തെങ്കിലും ഒരു ജോലി വരികയാണെങ്കിൽ കുറച്ച് കമ്പോസ് ചെയ്ത ശേഷം അത് നമുക്ക് ഡ്രാഫ്റ്റിലേക്ക് സേവ് ചെയ്ത് ഇടാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഇവിടെ ഈ എക്സ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സേവ് ആകുകയും ചെയ്യും, ഈ വിൻഡോ ക്ലോസ് ആകുകയും ചെയ്യും. സേവ് ആകുന്നത് പിന്നീട് കാണാൻ നമ്മൾ ഡ്രാഫ്റ്റ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് അത് വീണ്ടും സെലക്ട് ചെയ്ത് ബാക്കി നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്നിച്ച് എല്ലാ മെയിലുകളും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം, ഒന്നും ആവശ്യമില്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മെയിലുകളുടെയും ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരികയും ചെയ്യും. പിന്നീട് നമ്മൾ ഡിലീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ മെയിലുകളും ഡിലീറ്റ് ആയി പോവുകയും ചെയ്യുന്നതായിരിക്കും. ടിക്ക് മാർക്ക് കളയാൻ നേരത്തെ ചെയ്തതുപോലെ ഒന്നും കൂടി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് മെയിൽ അയച്ചിട്ട് നമ്മളോട് മെയിൽ അയച്ചെന്ന് ഇൻഫോം ചെയ്യും. പക്ഷേ നമ്മൾ ഇൻബോക്സ് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെയുള്ള മെയിലുകളൊക്കെ ഇവിടെ വിസിബിൾ ആകുന്നതായിരിക്കും. ഇനി മറ്റേതൊരു വിൻഡോ പോലെയും ഇത് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. അതിനായിട്ട് കീബോർഡിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിൻ്റെ സ്ക്രോൾ വീൽ മുകളിലോട്ട് നീക്കുക. അപ്പോൾ സൂം ഇൻ ആകും. താഴോട്ട് നീക്കി കൊടുത്താൽ സൂം ഔട്ട് ആകും. കീബോർഡിൽ CTRL എന്ന് എഴുതിയിരിക്കുന്ന കീയാണ് കൺട്രോൾ കീ. ഇപ്പോൾ നമുക്ക് ഒന്ന് സൂം ഇൻ ചെയ്യാം. ഇനി ഇത് മുമ്പിലത്തെ ആ ഒരു സൈസിലേക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാം. അതായത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിൻ്റെ സ്ക്രോൾ വീൽ താഴോട്ട് നീക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഒരു സൂമിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അത് നമ്മൾ സൂമിൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ മൈനസ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ 125 ആയി. അത് പിന്നീട് 110 ആയി. പിന്നീട് ഇത് 100 ആയി. 100% ആണ് നോർമലായിട്ടുള്ള സൈസ്. ഈ പ്ലസ് മാർക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും സൂം ഇൻ ആകും. ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് വന്ന ശേഷം ആ ഒരു ഐക്കൺ ഇവിടെ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇങ്ങനെ സൂം ഇൻ ചെയ്യുന്നതും സൂം ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഒരു ഷോർട്ട് കട്ട്, അതായത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്ക്രോൾ വീല് മുകളിലേക്കും താഴേക്കും നീക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ മാത്രമല്ല മറ്റ് വിൻഡോസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ്. നമുക്ക് വേർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കുറച്ചൊന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൂം ഇൻ ചെയ്യാം. അതുപോലെ നമുക്ക് സൂം ഔട്ടും ചെയ്യാം. അതുപോലെ ഈ രണ്ട് ടാബുകൾ തമ്മിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതിനായിട്ട് മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുപോലെ ഈ പ്ലസ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്ത് അവിടെയും നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഓരോ ടാബിൻ്റെയും ഈ ഒരു എക്സ് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേസമയം നമ്മുടെ മെയിലിൽ നിന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സൈൻ ഔട്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. പ്രത്യേകിച്ചും നമ്മൾ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ജിമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മെയിൽ ഓപ്പൺ ആയി വരും.
അതേസമയം സൈൻ ഔട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മെയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് ചോദിക്കും. നമുക്കിപ്പോൾ സൈൻ ഔട്ട് ചെയ്യാം. ഇവിടെ സൈൻ ഔട്ട് ഓഫ് ഓൾ അക്കൗണ്ട്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് 2 അക്കൗണ്ടിൽ നമ്മൾ സൈൻ ഔട്ട് ആകും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 അക്കൗണ്ടിൽ നിന്നും സൈൻ ഔട്ടായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ജിമെയിലിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.